ഞാൻ അടുത്ത് ടൂർ പോകുമ്പോൾ അടുത്തത് ഇല്ല, അങ്ങനെ അടുത്തത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഒരു ജൂൺ വരെ ഞാനിപ്പോൾ സിനിമകളൊന്നും ഈ വർഷം ഞാൻ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് ആകെ ഞാൻ ഒരു കുറച്ച് ദിവസം നരിവേട്ടമായിട്ട് ഞാൻ വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഞാനും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് ഡിസ്കഷൻസ് പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, യാത്രയ്ക്ക് ഇനി മുന്നോട്ടുള്ള സിനിമകളുടെ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയം മാറ്റി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ അടുത്ത ആഴ്ച ഞാനൊന്ന് തായ്വാനിൽ പോവുകയാണ്. അവിടെ തായ്പേയിൽ ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഫാന്റസി ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ AR അവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും സിനിമയുടെ ഷൂട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തായ്പേയി കാണാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ റൂമിൽ കിടക്കാം. അപ്പൊ അങ്ങനെ അതിന് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. മറ്റേത് ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളായിരുന്നു. ഇപ്പൊ ചേട്ടൻ തിരക്കുള്ളതായതുകൊണ്ട് ഞാനാണ് വീട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാനാണ് താരതമ്യേന തിരക്ക് കുറഞ്ഞ ആള് വീട്ടില്, ഗൃഹനാഥൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനി വരുന്ന സിനിമകൾ ഒക്കെ എന്ന് വെച്ചാൽ അതിന്റെ സമയാസമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്കിരുന്ന് പങ്കുവെക്കാം. ഇപ്പൊ എക്സ്ക്ലൂസീവ് ചോദിക്കില്ല. അപ്പൊ പിന്നെ അത് എക്സ്ക്ലൂസീവ് ആവില്ലല്ലോ. പള്ളിച്ചട്ടപ്പിൽ അടുത്ത് തുടങ്ങാൻ പോകുന്നത് പള്ളിച്ചട്ടപ്പിയാണ്. അല്ല, ഈ വർഷം ഇപ്പൊ ജൂൺ തൊട്ട് പള്ളിച്ചട്ടപ്പിൽ ഷൂട്ട് തുടങ്ങണം. അതെ, എനിക്ക് ഇവിടെ വെച്ച് പറയുന്നു, ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ലേ, ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇന്ന് മുതൽ നമ്മൾ അതിനെ അവസാനിപ്പിക്കണം. ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ. ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ നമുക്ക് എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ്. അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി, ഇവനും പറ്റി, കുറെ ആൾക്കാർക്ക് പറ്റി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളിവിടാതിരിക്കുക. കഴിയുമെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക. സ്തുതി. ഞാൻ പേരും പറഞ്ഞ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം. ഞാൻ എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി. 2 പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്നൊക്കെ വെച്ചിട്ട് പറയണം. എന്താ പേര്? അനസ് തെറ്റി ഭയങ്കര മോശമായി പോകും. ഓക്കെ 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 പോട്ടെ പോട്ടെ. ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ചത് നടന്നില്ല. പോട്ടെ. സുരേഷേട്ടാ ഒരു വേറെ കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി. ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ, താങ്കൾ സീനിയറായ ഒരാളുകളൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഡയറക്ടറിൻ്റെ സ്ക്രിപ്റ്ററിൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കടന്നുകയറ്റം വരുന്നു. ഇത്തരമൊരു പ്രവണത മലയാള സിനിമ ഇപ്പം ടോബി പറഞ്ഞാൽ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത്. അത്തരമൊരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരില്ലേ? എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങളാണത്. എന്നെ കണ്ടാൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നും അവിടെ കൈ വെച്ചിട്ട് നാളെ എന്റെ അടുത്ത പടം ഒരുപാട് കട്ട് ചെയ്ത് മാറ്റുമത്. അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവമല്ലേ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ. സോ പ്രായത്തിനുള്ള സെൻസറും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ്. അങ്ങനെ വെറുതെ അങ്ങനത്തെ ഒരു നമ്മളെ വെട്ടിമാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിനും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് തന്നെയാണ്. സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും വെട്ടേണ്ട രീതിയിലേക്ക് വരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ ശരിയായിട്ടുണ്ടാവില്ല. അത് നേരത്തെ വെട്ടി അത് ഒരിക്കലും വെട്ടി ശരിയായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒന്നര വെട്ടിയിട്ടുണ്ടാവും. ഈസി ആയിട്ട് കാണാമല്ലോ. സീരിയസ് കാണാൻ പറ്റുമത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതാണത്. EDF ഭയക്കുന്നു. ഞാനോ അത്ര നമുക്ക് അതിന് പേടി. അത് നടക്കട്ടെ, സെൻസർ ചെയ്യട്ടെ. എത്ര നാൾ ചെയ്യുമല്ലേ നോക്കാം നമുക്ക്.